ഈ എക്സ്പെരിമെന്റ് ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ സഞ്ജയ് പ്രകാശന്റെ പേര് ലോകം മൊത്തം അറിയും. മിനിമം ഒരു നൊബേൽ എങ്കിലും അടിച്ചു വാങ്ങണം. സഞ്ജു, എടാ സഞ്ജു. ആ ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ട്? എന്ത് അച്ഛൻ ഓർത്ത നാട് വിട്ടു പോയ? അങ്ങനൊന്നും ഓർത്തില്ല. നീ അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ എൻ്റെ ഒരു മോനായിപ്പോയില്ലേ. അപ്പൊ അന്വേഷിക്കണമല്ലോ, തന്തയല്ലേ ഞാൻ. നല്ല സ്നേഹം എന്നോട്. ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടാവേ. ഇതെന്തോ ഈ പരിപാടി? അത് ഞാൻ ഈ ചെടിയെ വരുന്ന പൂപ്പൽ പോകാൻ വേണ്ടിയേ അതിനൊരു സ്പ്രേ ഉണ്ടാക്കുമായിരുന്നു, ഒരു പ്ലാന്റ് ഇൻഫെക്റ്റന്റ് പോലെ. സ്പ്രേ? ആ സ്പ്രേ എന്ന് പറഞ്ഞാല് ഈ ചെടിയുടെ ഈ വരുന്ന കീടങ്ങളൊക്കെ പോകുന്ന ഒരു സ്പ്രേ. എന്തുവാടേ ഇതൊക്കെ? അതായത് ഇപ്പൊ ഒരു തക്കാളി ചെടി അച്ഛൻ ഇമാജിൻ ചെയ്യൂ. അതിൽ ഈ പൂപ്പൽ വരൂല്ലേ? പൂപ്പൽ വന്നാൽ തക്കാളി ചെടിയുടെ കാര്യം കഴിഞ്ഞു, ചെടി പോയി. പക്ഷേ എന്റെ ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഈ തക്കാളി ചെടിയെ കൊല്ലാൻ വന്ന പൂപ്പലെല്ലാം അതിന് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ കൊല്ലാൻ വന്നവന്മാര് ഹീറോസ് ആയി മാറും, ഈ ചെടിയെ രക്ഷിക്കും. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് മൈ പ്ലാന്റ് സ്പ്രേ. ഇതിനാണല്ലോ ഏറ്റവും വലിയ പരീക്ഷണം. എന്നെ പരീക്ഷിക്കാൻ ഒന്ന് എണീറ്റ് പോവോ ഇവിടുന്ന് പ്ലീസ്. ദൈവം തന്ന ഏറ്റവും വലിയ വിധിയാണല്ലോ നീ. എന്തോന്ന് വിധി? എടാ, നിന്നെ എനിക്ക് മകനായിട്ട് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ വിധി. അച്ഛനായിട്ട് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ വിധി. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല കേട്ടോ. ഈ കുന്തല്ലാണ് കാണിച്ചു വിട്ടിട്ടേ അവസാനം PSC ടെസ്റ്റ് എഴുതി തോറ്റിട്ട് വരുമ്പോ നിന്റെ വിധി എന്താന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോഴും പറയണം ഇതുപോലെ ഉത്തരം ചോദിക്കുന്നതിനല്ല. ഇതെന്ത് കഷ്ടമായത് എപ്പോഴും PSC ആണ് നൊബേലാണോ വരുന്നത്? എന്തുകൊണ്ടെങ്കിലും കുറെ ഗവൺമെന്റ് ജോലി PSC നൊബേൽ ഒന്ന് കിട്ടോട്ടോ, അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കും. പോയില്ലേ? നീ ചോദിക്കുന്നത് അന്നേരത്താണോ പോയില്ലെന്ന് ചോദിക്കുന്നത്? എല്ലാം കൂടെ പറ്റി പൊട്ടിച്ചളെ ഞാൻ. ഇതെന്ത് കഷ്ടമായത് അച്ഛാ. ഞാൻ ഒരു കുറ്റം ചെയ്ത് ഇവിടെ വന്നിരിക്കുക, അതും വീടിന്റെ മൂലക്ക്, എന്നിട്ട് എന്റെ മെക്കിട്ട് കാണാൻ വരുന്നേ. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല കേട്ടോ. എന്തോന്നത്? എന്താ ഞാൻ പ്ലീസ് ചെയ്യടാ. ഞാൻ ചെയ്യുക. എടി വേണേ, നിനക്കിത് വല്ല അറിയോ? അച്ഛമ്മ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കറിയാം അച്ഛമ്മ. അച്ഛമ്മ ഞാനൊരു കാര്യം പറയട്ടെ. പറ. എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ആവാനായിരുന്നു താല്പര്യം. എന്നിട്ട് നീ ഹോട്ടൽ ഓടിക്കാൻ പോയെന്തിനാ? ഹോട്ടൽ അല്ല, ഹോട്ടൽ മാനേജ്മെന്റ്. എന്നിട്ട് ഹോട്ടൽ മാനേജ്മെന്റോ ഏതാണ്ടൊക്കെ പഠിച്ചിട്ട് നീ കൂലിയും മേലെ ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പല്ലേ എന്നിട്ട് തൊഴില്? ഇതാ ഞാൻ പറയണേ, എനിക്കിവിടെ ആരത്തൊന്നും പറയാൻ പറ്റത്തില്ലാത്തത്. എന്നാ നീ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറ. അച്ഛമ്മ, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവാൻ തോന്നിയേ. പക്ഷേ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഇവിടെ ആരത്തോടും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലങ്ങ് വെച്ച്. അത് നന്നായി. അല്ലെങ്കിൽ നിന്റെ ഈ മുമ്പിലത്തെ പല്ലിന്റെ സ്ഥാനത്തെ വെപ്പുകലായിരുന്നു ഇരുന്നേനെ. തമാശക്കാരി. നീ ഒരു കാര്യം ചെയ്യൂ. നീ ഈ പിരിയൻ ട്രേഡ് ചെയ്യുന്നത് നിന്റെ തള്ളേക്കാളും നന്നായിട്ട് എനിക്കൊന്ന് ചെയ്തു തന്നെ. എന്റെ അച്ഛമ്മ അമ്മയ്ക്ക് ഞാനാ ചെയ്ത് കൊടുക്കുന്നത്. അച്ഛമ്മ നോക്കൂ, അമ്മേനേക്കാളും സൂപ്പറായിട്ട് ഞാൻ ചെയ്തു തരും. ആണോ? എന്നാ ചെയ്തു. നേരെ ഇങ്ങനെ തല അങ്ങ് ഇറങ്ങി ഒന്ന് തള്ളടി, എനിക്ക് എഴുന്നേക്കാൻ മേലെ ഇതിനകത്തൊന്നും. തള്ളു. മതിയോ? തല നേരെ വെച്ചേ. ഇങ്ങനെ മതിയാ? അന്നങ്ങളേ അനങ്ങത്തില്ല. കണ്ണടച്ചോ? നീ എന്നെ കണ്ണടപ്പിക്കണ്ട ഇപ്പം കേട്ടാ. കണ്ണടച്ചില്ലെങ്കിൽ കണ്ണു കൂട്ടു. എന്നാ കണ്ണടക്കാം. അച്ഛമ്മ തല പൊക്കി പിടിച്ച്. ഇങ്ങനെ മതിയാ? മതി. പിന്നെ അച്ഛമ്മ, ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ത്രെഡ് ചെയ്യുന്നതിനെ 150 രൂപ അവര് വാങ്ങുന്നേ. അതിന് ഞാനെന്ത് വേണം? അല്ല, ഞാൻ ത്രെഡ് ചെയ്തതിനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? നിനക്ക് 2 ഉണ്ട തരാടി. ഞാൻ ഉണ്ട് അച്ഛമ്മക്ക് അച്ഛമ്മയുടെ മൂക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ തരാടി വേണേ അങ്ങോട്ട് ചെയ്യാൻ കൊടുത്തു. ഒന്നങ്ങോണ്ട് ഇരുന്നോണ്ട് കണ്ണടച്ചോ? ശരി. ഇങ്ങനെ പിടിക്കും. താഴോട്ട് പിടിക്കും. ഇവിടെ പിടിക്കും. നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാണിച്ചത് പോയിന്ന് പറഞ്ഞാൽ കുർത്ത കിട്ടവളെ. എവിടെ കാണട്ടെ?
ദൈവമേ 6 രോമമുള്ള അത് മുഴുവൻ കളഞ്ഞോള്. ചോര വരുന്നോണ്ടെന്നാ തോന്നുന്നു. അച്ഛമ്മ പോടി അവിടുന്ന്. ഞാൻ ബ്ലേഡ് എടുക്കട്ടെ, ബ്ലേഡ്. ബ്ലേഡ്? അച്ഛമ്മ ഞാൻ ചോര ചോരയൊന്നുമില്ല. ഒരുത്തൻ കിട്ടവള്. അയ്യോ മുറിഞ്ഞെന്നാ തോന്നുന്നേ. അഹങ്കാരി.